ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. വിവരസാങ്കേതിക വിദ്യയെ രാഷ്ട്ര വികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കർഷകരിൽ നിന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത, 4 ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ന് കർക്കടകം 1. നാലമ്പല ദർശനത്തിനും രാമായണ മാസാചരണത്തിനും തുടക്കം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിന് 63 ആനകൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. വിവിധ ഭാഗങ്ങളിലായി 78 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 45 ദിവസത്തിനിടെ രാജ്യത്തുടനീളമുള്ള ഓരോ വാർഡിലും 3000-ലധികം സമഗ്ര പരിശോധനകൾ നടത്തിയാണ് മികച്ച നഗരങ്ങളെ തെരഞ്ഞെടുത്തത്. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. വിവരസാങ്കേതിക വിദ്യയെ രാഷ്ട്ര വികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഭാഗമായി മലപ്പുറം അമൽ കോളേജ് ക്യാമ്പസിലെ സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം കുട്ടികൾ നൈപുണ്യ വികസനവും പരിശീലിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയിൽ സ്കൂൾ പരിസരത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. രാവിലെ 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം. കൂട്ടുകാരുമായി ചെരുപ്പെറിഞ്ഞ് കളിക്കവേ സ്കൂൾ പരിസരത്തെ ബൈക്ക് ഷെഡിന് മുകളിൽ തങ്ങിയ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ മുകളിലെ ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായാണ് പ്രാഥമിക വിവരം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറേക്കല്ലട വിളന്തറ മനുഭവനത്തിൽ മിഥുൻ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചു. സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമാണെന്നും അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. വയനാട് മഴ ശക്തമായ സാഹചര്യത്തിൽ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. അജാനൂറിലെ മീനിറക്ക് കേന്ദ്രത്തിലേക്കുള്ള മെറ്റൽ ചെയ്ത റോഡ് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു. കടലേറ്റം രൂക്ഷമായ അജാനൂർ കടപ്പുറത്തെ മീനിറക്ക് കേന്ദ്രം കെട്ടിടം കൂടുതൽ അപകടാവസ്ഥയിലായി. കനത്ത മഴയെ തുടർന്ന് കാഞ്ഞങ്ങാട് ടൗണിലും മാവുങ്കാൽ ടൗണിലും ഉള്ള കടകളിലേക്ക് വെള്ളം കയറി. അപകടകരമാംവിധം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉപ്പള, മോഗ്രാൽ, കാര്യങ്കോട് നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് ചെറുവത്തൂരിലെ കുളങ്ങാട്ട് മല വീണ്ടും ഇടിഞ്ഞു. മലയുടെ പരിസരത്ത് താമസിക്കുന്ന 15ഓളം പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 2 വീടുകൾ ഭാഗികമായി. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിലെ 10ാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സം. ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിലവിൽ ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കർഷകരിൽ നിന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഫെബ്രുവരി വരെ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി നേരത്തെ 185 കോടി രൂപ അനുവദിച്ചിരുന്നു.
പാലക്കാട് ജില്ലയിൽ മൂന്നാമതൊരാൾക്ക് കൂടി നിപ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ ബാധിച്ച് മരിച്ചയാളുടെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള മകന്റെ സാമ്പിളാണ് തുടർ പരിശോധനയ്ക്കായി അയച്ചത്. നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 പേരാണ് സമ്പർക്ക വിലക്കിൽ കഴിയുന്നത്. ജില്ലയിലാകെ 385 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകളിലുള്ളവർ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് H1N1 അല്ല ഇൻഫ്ലുവൻസ എ ആണ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സീറോ ടൈപ്പിംഗ് ടെസ്റ്റിലൂടെയേ H1N1 സ്ഥിരീകരിക്കാൻ സാധിക്കൂ. ഇൻഫ്ലുവൻസ എ ബാധിച്ച 4 കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെന്നും ജില്ലാ സർവൈലൻസ് ഓഫീസർ പറഞ്ഞു. ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ 31 ദിനരാത്രങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാനത്തുടനീളം നാലമ്പല ദർശനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. കർക്കിടക വാവുബലി ഈ മാസം 24-നാണ്. കർക്കിടകത്തിലെ ആദ്യ പുലരിയിൽ നടക്കുന്ന ആനയൂട്ടിന്റെ തിരക്കിലാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. 63 ആനകളാണ് ഇത്തവണ അണിനിരന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അലങ്കാരങ്ങളില്ലാത്ത ആനസൗന്ദര്യങ്ങൾക്ക് മുൻപിൽ ആളുകൾക്ക് ഈ കാഴ്ച വരുന്ന വിസ്മയം പകരുകയാണ്. ഏറ്റവും കൂടുതൽ ആനകളെത്തുന്ന ആനയൂട്ടുകളിലൊന്നാണ് വടക്കുംനാഥ സന്നിധിയിലേത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പാറമേക്കാവ് കാശിനാഥൻ തുടങ്ങിയ ആനസൗന്ദര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജ നടക്കുന്ന വർഷം കൂടിയാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുമുണ്ട്. ജില്ലയിൽ ഇന്ന് മഴ അവധി പ്രഖ്യാപിച്ചതോടുകൂടി കുട്ടികളുമായി എത്തിച്ചേർന്നവരുടെ എണ്ണവും ഇത്തവണ കൂടുതലാണ്. 6 പതിറ്റാണ്ടിന് ശേഷം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആനികളഭത്തിനൊപ്പം നടന്ന ഭദ്രദീപ പൂജ ഇന്ന് സമാപിക്കും. തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഇന്ന് ആനികളഭത്തിന്റെ ഭാഗമായ പ്രത്യേക പൂജകൾ നടക്കും. കണ്ണൂർ ജില്ലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനായി കിണർ റീചാർജിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നു. ജല ഉപഭോഗം കൂടിയ അളവിൽ നടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ജില്ലയിലെ പാനൂർ, തലശ്ശേരി, കണ്ണൂർ, മട്ടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിലും നഗരസഭകളിലും ജലചൂഷണം വർദ്ധിക്കുന്നുവെന്നും ഈ പ്രദേശങ്ങളെ കേന്ദ്ര സർക്കാർ നിർണായക വിഭാഗമായി പ്രഖ്യാപിക്കാനിടയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. വാർഷിക ഭൂഗർഭ ജല പുനരുജ്ജീവനത്തേക്കാൾ കൂടുതൽ ജലചൂഷണം നടക്കുന്ന പ്രദേശങ്ങളെയാണ് നിർണായക വിഭാഗമായി തരംതിരിക്കുന്നത്. ഈ മേഖലയിലെ അമിത ജലചൂഷണം തടയാനും ഭൂഗർഭ ജലസംരക്ഷണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കുക. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ CV പത്മരാജന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പറവൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. CPI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും AITUCയുടെ പ്രമുഖ നേതാവുമായിരുന്ന P. പളനിവേൽ അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ നാളെ മൂന്നാറിൽ നടക്കും. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ജൂൺ 23-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച VS തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ബോണക്കാട് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പുതുവർഷ സമ്മാനമായി നവീകരിച്ച ലയങ്ങൾ കൈമാറുമെന്ന് മന്ത്രി P. രാജീവ്. ലയങ്ങളുടെ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലാസ് വേഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം ടൂറിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദയ്ക്ക് ജയം. ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസനെ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 118 പോയിന്റ് ഇടിഞ്ഞ് 82,516-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 25,180-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 40 രൂപ കുറഞ്ഞ് 72,840 രൂപയും ഗ്രാമിന് 9,105 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. വിവരസാങ്കേതിക വിദ്യയെ രാഷ്ട്രവികസനത്തിനായി ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കർഷകരിൽ നിന്ന് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ന് കർക്കിടകം 1. നാലമ്പല ദർശനത്തിനും രാമായണ മാസാചരണത്തിനും തുടക്കം. തൃശൂർ വടക്കുംനാഥ് ക്ഷേത്രത്തിലെ ആനയൂട്ടിന് 63 ആനകൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.